أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. فتقطعوا أمرهم بينهم كل إلينا راجعون. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1052 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 92 മുതൽ 94 വരെയുള്ള ആയാത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ വഅന റബ്ബുകും ഫഅബ്ദൂൻ. ഫതഖത്തഉ അംറഹും ബൈനഹും കുല്ലുൻ ഇലൈനാ റാജിഊൻ. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 92 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരെ കുറിച്ചുള്ള ദീർഘമായ ഒരു വിവരണത്തിന്റെ പരിസമാപ്തിയായിക്കൊണ്ട് ആ ഭാഷണത്തിന് ഒരു അവസാന വാചകം കുറിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് വായിച്ച 3 ആയത്തുകളിലായിട്ട് അടങ്ങിയിട്ടുള്ളത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭൂമുഖത്ത് വ്യത്യസ്തരായ പ്രവാചകന്മാര് വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ പലരുടെയും പേരുകളാണ് ഇതുവരെയുള്ള ആയത്തുകളിലായിട്ട് പരാമർശിക്കപ്പെടുകയും അവരുമായി ബന്ധപ്പെട്ട ചില പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഒന്ന് ലോകത്തെ മനുഷ്യ സമൂഹങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഈ വിവിധ കാലങ്ങളിലായിട്ട് വന്നിരുന്ന പ്രവാചകന്മാരുടെ ആ ജീവിത മാർഗം സ്വീകരിച്ച ആളുകൾ, അവരുടെ ആ ജീവിതപാത, ആദർശപാത പിൻപറ്റിയ ആളുകൾ വിഭിന്ന ചേരികളിലായിട്ട് വ്യത്യസ്ത വിഭാഗങ്ങളും സമുദായങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ മാർഗദർശികളായിട്ട് വന്ന പ്രവാചകന്മാരാണ്. ജനസമൂഹങ്ങൾക്കുള്ള വഴികാട്ടികളായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ പ്രവാചകന്മാരുടെയൊക്കെ അനുയായികള് വ്യത്യസ്ത ക്യാമ്പുകളിലായിട്ടാണ് നിലകൊള്ളുന്നത് കാണാൻ സാധിക്കുക. ഒരൊറ്റ സമുദായമായിട്ട് നിലകൊള്ളുന്ന ഒരു കാഴ്ചയല്ല ഉള്ളത്. ഇത് വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. എല്ലാ പ്രവാചകന്മാരും അള്ളാഹു നിയോഗിച്ചയച്ച ദൂതന്മാരായിരുന്നു. എല്ലാവരും പഠിപ്പിച്ചത് ഒരേ കാര്യമാണ്. എല്ലാവരും ജനങ്ങളെ ക്ഷണിച്ചത് ഒരേ ആദർശ പാതയിലേക്കാണ്. പക്ഷെ അവരൊക്കെ തന്നെ വ്യത്യസ്തമായ തുണ്ടങ്ങളായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുത എന്താണ് എന്നത് വെളിപ്പെടുത്തുകയാണ് നമ്മൾ വായിച്ചു വച്ചിരിക്കുന്ന ആയത്തുകളിൽ. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഈ സമുദായം ഉമ്മത്തം വാഹിദ, അതൊരൊറ്റ സമുദായമാണ്.
അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ നാഥൻ ഞാനാണ്. ഫഅ്ബുദൂൻ, അതിനാൽ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാവുക. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നത്. ഫമൻ യഅമൽ മിനസ് സാലിഹാത്ത് വതഖത്തഉ അംറഹും ബൈനഹും, എന്നാൽ അവർക്കിടയിൽ ഈ ആദർശപാത എന്ന വിഷയത്തിൽ അവര് ഭിന്നതയിലായി മാറി, അവര് തുണ്ടം തുണ്ടമായി മാറി. വതഖത്തഉ അംറഹും ബൈനഹും, ഈ പ്രവാചകന്മാരുടെ പാത പിൻപറ്റിയ ആളുകൾ പിൽക്കാലത്ത് അതിനെ തുടർന്ന് ആ പ്രവാചകന്മാരുടെ കാലശേഷം അവര് ഈ ഒരൊറ്റ സമുദായമായിരുന്ന മനുഷ്യകുലത്തെ പല ഖണ്ഡങ്ങളാക്കിയിട്ട്, പല കഷ്ണങ്ങളാക്കി, പല തുണ്ടങ്ങളാക്കി മാറ്റുകയുണ്ടായി. കുല്ലുൻ ഇലൈനാ റാജിഊൻ, ഈ എല്ലാ വിഭാഗങ്ങളും എല്ലാ ഖിത്ആത്തുകളും നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് തിരികെ എത്താനിരിക്കുന്നത്. ഫമൻ യഅമൽ മിനസ് സാലിഹാത്തി വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആരൊക്കെയാണോ സുഹൃതങ്ങൾ ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്, താല്പര്യമെടുത്തത്, അത്തരം ആളുകൾ ഫലാ ഖുഫ്രാന ലിസഈഹി, അങ്ങനെയുള്ള ഒരാളുടെ പ്രയത്നങ്ങള് വില കെട്ടു പോവുകയില്ല. അത് നന്ദികേട്, കൃതജ്ഞത ഏറ്റുവാങ്ങേണ്ടി വരില്ല. വ ഇന്നാ ലഹു കാത്തിബൂൻ, ഈ കാര്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഈ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതി തീർച്ചയായിട്ടും നാം രേഖപ്പെടുത്തുന്നത് തന്നെയാണ്. നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളുടെ ഏകദേശ സാരമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങള് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, നിങ്ങളുടെ ഈ സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെക്കുറിച്ചോ ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചോ യഹൂദ സമുദായത്തെക്കുറിച്ചോ വേറെ വേറെ ആയിക്കൊണ്ടല്ല, അള്ളാഹുവിന്റെ ദൂതന്മാരുടെ പാത പിൻപറ്റിയ ആ മനുഷ്യ സമൂഹം അത് ഒരൊറ്റ ഉമ്മത്താണ്. ഒരൊറ്റ ഉമ്മത്താണ് എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികളായിട്ട് രംഗത്ത് വന്ന ആളുകളുടേത്. ഓരോ പ്രവാചകനും തന്റെ മുമ്പ് വന്നു പോയിരുന്ന പ്രവാചകനിലേക്ക് ഒന്ന് കൊളുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാതെ, ലിങ്ക് ചെയ്യാതെ, പൂർവിക പ്രവാചകന്മാരിലേക്ക് തന്റെ ദൗത്യത്തെയും തന്റെ ആദർശത്തെയും ബന്ധിപ്പിക്കാതെ വേറിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ദൗത്യ നിർവഹണം ഒരു പ്രവാചകനും ചെയ്തിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും നേരത്തെ തനിക്ക് മുമ്പ് ദൈവിക സന്ദേശവുമായി വന്നിട്ടുണ്ടായിരുന്ന പ്രവാചകന്മാരിലേക്ക് സ്വന്തം ദൗത്യത്തെയും സന്ദേശത്തെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമുദായം, മനുഷ്യ സമുദായം, മനുഷ്യകുലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരൊറ്റ ഉമ്മത്താണ്, ഒരൊറ്റ സമുദായമാണ്. അവരുടെ എല്ലാവരുടെയും റബ്ബ്, ആരൊക്കെ എന്തൊക്കെ വ്യതിചലനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും ഒരേ ഒരു റബ്ബ്, അത് ഞാനാണ് എന്നാണ് അള്ളാഹു ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ ഒക്കെയും വ്യത്യസ്ത ഖിത്ആത്തുകളിലായിട്ട് കഴിയുന്ന, വ്യത്യസ്ത ഖണ്ഡങ്ങളിലായിട്ട് കഴിയുന്ന എല്ലാവരുടെയും റബ്ബ് ഞാൻ തന്നെയാണ്. ഫഅ്ബുദൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാകുക. നിങ്ങളൊരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് നിലകൊള്ളുന്നതിന് ഏറ്റവും അനിവാര്യമായ ഒരു നിബന്ധനയാണ് നിങ്ങൾ എന്നെ മാത്രം റബ്ബായിട്ട് കാണുക എന്നതും എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട്, അത് എന്നോടുള്ള നിങ്ങളുടെ നിലപാടാണ് എനിക്കുള്ള ഇബാദത്ത് എന്ന് പറയുന്നത്. ആ നിലപാടുള്ളവരായിക്കൊണ്ടും നിങ്ങൾ നിലകൊള്ളുക. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഒരു ഉമ്മത്തായിട്ട് സർവൈവ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ മനുഷ്യകുലം
മനുഷ്യകുലത്തിലേക്കാണ് പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നത്. മനുഷ്യകുലം ഒരൊറ്റ സമുദായമാണ്, ഒരൊറ്റ ഉമ്മത്താണ്. ആ മനുഷ്യ സമുദായത്തിന്, മനുഷ്യകുലത്തിന് ഒരേ ഒരു റബ്ബേ ഉള്ളൂ, അതാണ് അള്ളാഹു. അള്ളാഹു അല്ലാത്തൊരു റബ്ബ്, അള്ളാഹു അല്ലാത്തൊരു മഅബൂദ്, അള്ളാഹു അല്ലാത്തൊരു ഇലാഹ് അവർക്കില്ല എന്നതാണ് വസ്തുത. എന്നാൽ ആളുകള് വതഖത്തഉ അംറഹും ബൈനഹും, ആളുകൾ അവരുടെ ഈ കാര്യം അവർക്കിടയിൽ വലിയ ഛിദ്രതക്ക്, ഭിന്നതക്ക് ഉള്ള ഒരു വിഷയമാക്കി മാറ്റുകയുണ്ടായി. അവര് പല തുണ്ടങ്ങളായി മാറി, തുണ്ടം തുണ്ടമായി, ഖണ്ഡം ഖണ്ഡമായി അവര് ഈ ഒരു കാര്യത്തെ മാറ്റിക്കളഞ്ഞു. വതഖത്തഉ അംറഹും ബൈനഹും, അവരുടെ ഈ അമ്രിനെ, ഈ കാര്യത്തെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഖേന മനുഷ്യകുലത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ജീവിത ദർശനം, ആ സത്യമാർഗം, അതിനെ അവര് ക്രിസ്തു മതമെന്നും യഹൂദ മതമെന്നും സൊറാസ്ട്രിയൻ മതമെന്നും അതുപോലെ ഹിന്ദു മതമെന്നും ജൈന മതമെന്നും ബുദ്ധമതമെന്നും ഒക്കെയുള്ള പല പേരുകളിലാക്കി, പല കളങ്ങളിലാക്കി, പല തുണ്ടങ്ങളാക്കി മാറ്റി. യഥാർത്ഥത്തിൽ വ്യത്യസ്ത ദർശനങ്ങളല്ല, വ്യത്യസ്ത സന്ദേശമല്ല പ്രവാചകന്മാര് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. അവരൊക്കെയും തന്നെ മനുഷ്യ സമൂഹത്തെ ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി ആദർശപരമായ ഒരു ഏകീകരണത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുകയുണ്ടായിട്ടുള്ളത്. അവരെ വ്യത്യസ്ത തട്ടുകളിലായിട്ട്, വ്യത്യസ്ത ക്യാമ്പുകളിലായിട്ട് കഴിയുന്നവരാകാൻ വേണ്ടിയല്ല പ്രവാചകന്മാര് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു രീതിയിലല്ല അവര് അവരുടെ ദൗത്യം നിർവഹിക്കുകയും ഉണ്ടായിട്ടുള്ളത്. പൂർവിക പ്രവാചകന്മാരുടെ സന്ദേശത്തിലേക്ക് ഒന്ന് കൊളുത്തിയിട്ടാണ് ഏത് പ്രവാചകനും ദൗത്യം നിർവഹിക്കുകയുണ്ടായിട്ടുള്ളത്. എന്നാൽ ആളുകള്, അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു വലിയ തെറ്റാണ്. ദൈവിക മാർഗദർശനമില്ലാത്ത, പ്രവാചകന്മാരുടെ മാതൃകയില്ലാത്ത വിധത്തില് ജനങ്ങള് സ്വയം ഉണ്ടാക്കിയെടുത്ത അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റാണ് അവര് വ്യത്യസ്ത കളങ്ങളിലായി, വ്യത്യസ്ത ഖണ്ഡങ്ങളിലായി, വ്യത്യസ്ത തുണ്ടങ്ങളായി മാറി എന്നത്. വതഖത്തഉ അംറഹും, അവരവരുടെ ഈ ദീനിനെ, അവരുടെ ഈ ദൈവിക സരണിയെ പല കഷ്ണങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. ബൈനഹും, അവർക്കിടയിൽ. മുഴുവൻ മനുഷ്യ സമൂഹത്തെയും പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. ഓരോരുത്തരും കാര്യങ്ങളുടെ മൗലികമായ ആശയം ഉൾക്കൊള്ളാതെ അവരുടേത് 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 എന്ന വിധത്തില് ഓരോ കഷ്ണങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ചിലർ ചില കാര്യങ്ങളിൽ മികവ് കാണിക്കുന്നു, വേറെ ചില കാര്യങ്ങളിൽ വലിയ ദൗർബല്യം പ്രകടിപ്പിക്കുന്നു. വേറെ ചിലര് വേറെ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവര് ദുർബലരായ മേഖലകളിൽ ഇവര് ശക്തി കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകളുള്ള വിധത്തില് സമുദായങ്ങളായിട്ട്, വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് അത് മാറുകയാണ്. ജനങ്ങൾ അതിനെ അങ്ങനെ മാറ്റിക്കളഞ്ഞു. എന്നാൽ കുല്ലുൻ ഇലൈനാ റാജിഊൻ, എല്ലാവരും തന്നെ ഈ വിവിധ തുണ്ടങ്ങളിലായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ മനുഷ്യ സമുദായം എന്ന ആ ഒരൊറ്റ എൻറ്റിറ്റിയെ പല കഷ്ണങ്ങളാക്കി മാറ്റിയ ആളുകൾ, വിഭാഗങ്ങൾ ഒക്കെയും തന്നെ ഇലൈനാ റാജിഊൻ, അവരൊക്കെയും തിരികെ എത്താനിരിക്കുന്നത് നമ്മുടെ അടുക്കലേക്കാണ്. അപ്പോ അവിടെ വിധി കൽപ്പിക്കപ്പെടുമ്പോ അതിന് മാനദണ്ഡമാവുക എന്താണ് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. നമ്മുടെ അടുക്കൽ എല്ലാവരും തിരികെ എത്തും. അപ്പോ ഫമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസം, നിർമ്മലമായ നിഷ്കളങ്കമായ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആരാണോ സുഹൃതം ചെയ്തിട്ടുള്ളത്, സൽക്കർമ്മം ചെയ്തിട്ടുള്ളത്, ഫലാ ഖുഫ്രാന ലിസാഇഹി, അവന്റെ പ്രയത്നത്തിന് ഒരു കൃതജ്ഞതയും ഏറ്റുവാങ്ങേണ്ടി വരില്ല. അവന്റെ പ്രയത്നത്തിന് ഒരു വില കുറച്ച് കാണലും വില കെടുത്തുന്ന ഒരു കാര്യവും ഉണ്ടാവുകയില്ല. അപ്പൊ ഈമാനും അമലു സ്വാലിഹാത്തുമാണ് അതിന്റെ അടിസ്ഥാനം എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അമലു സ്വാലിഹാത്ത് ചെയ്യുക എന്ന ഒരു കാര്യത്തില് കണിശത പുലർത്തിയ, നിഷ്കർഷത കാണിച്ച എല്ലാ ആളുകളുടെയും കർമ്മങ്ങൾ അള്ളാഹു
വളരെ വിലപ്പെട്ടതായിട്ട് തന്നെ അംഗീകരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ഫലാ ഖുഫ്രാന ലിസഈഹി, അവന്റെ പ്രയത്നങ്ങൾക്ക്, അവന്റെ പരിശ്രമങ്ങൾക്ക്, അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഖുഫ്രാൻ ഉണ്ടാവുകയില്ല. ഖുഫ്രാൻ എന്നത് നിഷേധം, നന്ദികേട് എന്നൊക്കെയാണ് ആ പദം സൂചിപ്പിക്കുന്നത്. കൃതജ്ഞത ഏറ്റുവാങ്ങുന്ന ഒരനുഭവം സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നേരിടേണ്ടി വരില്ല. അള്ളാഹു അവർക്ക് അവരുടെ വിശ്വാസം പരിഗണിച്ചുകൊണ്ടും അവരുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ടുമുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നതാണ്. അപ്പൊ അതിനുള്ള നിബന്ധന വഹുവ മുഅ്മിനുൻ എന്നതാണ്. അമലു സ്വാലിഹാത്ത് സ്വീകരിക്കപ്പെടുന്നതിന്, അമാലു സ്വാലിഹാത്ത് സ്വീകരിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡം അത് വഹുവ മുഅ്മിനുൻ എന്ന നിലക്കായിരിക്കണം. സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ എന്നുള്ള നിലക്കാണ് അത് ചെയ്തിരിക്കേണ്ടത്. അങ്ങനെയായാൽ അവരുടെ പ്രയത്നങ്ങള് പാഴായി പോവുകയില്ല, വിലകെട്ടതാവുകയില്ല. വഇന്നലഹു കാത്തിബൂൻ, നിശ്ചയമായിട്ടും ഇത് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരം ഒരാൾക്ക് വേണ്ടി നാം രേഖപ്പെടുത്തുന്നതാണ്. അവന്റെ കർമ്മങ്ങള് വിലകെട്ടതായി പോവാതിരിക്കുന്ന വിധത്തില് ആ കർമ്മങ്ങളെ ഫലവത്തായ വിധത്തിൽ നാം എഴുതി രേഖപ്പെടുത്തുന്നതാണ് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലഹു കാത്തിബൂൻ എന്നാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ പരിമിതപ്പെടുത്തുകയാണ്. ലോകത്ത് വലിയ ഒരു വിഭാഗം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബലിപെരുന്നാളാണ്. ഇന്ന് അറഫയായും നാളെ ബലിപെരുന്നാളായിട്ടും ആചരിക്കുന്നവരും ഉണ്ട്. എല്ലാവർക്കും അറഫ ദിനത്തിന്റെയും ബലിപെരുന്നാളിന്റെയും ഒക്കെ ആശംസകൾ അറിയിക്കുകയാണ്. അള്ളാഹു ഇസ്ലാമിക സമൂഹത്തെ ഛിദ്രമാവാതെ ഏറ്റവും ശരിയായ അടിത്തറയിൽ നിലകൊള്ളുന്നവരായിക്കൊണ്ട് ഐക്യപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച ആ ആദർശ സരണിയില് നിലകൊള്ളുന്ന, അമലു സാലിഹാത്തില് മുന്നേറാൻ പ്രയത്നിക്കുന്ന ആളുകളായിട്ട് നമ്മെ എല്ലാവരെയും അത്തരം ഒരു മുന്നേറ്റം നടത്തുന്നതിനുള്ള ഭാഗ്യവും തൗഫീഖും ഒക്കെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ, ആനന്ദകരമായ, അതുപോലെ സ്വീകാര്യമായ കർമ്മങ്ങൾ ചെയ്തു എന്നതിന്റെ നിർവൃതി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷ മുഹൂർത്തം ആശംസിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.